പ്രേക്ഷകരെ ഒന്നാകെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സിനിമയായിരുന്നു നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി. നടൻ ദിലീപ് സ്വതസിദ്ധമായ കോമഡി റോളിലേക്ക് മടക്കയാത്ര ചെയ്ത ചിത്രത്തിൽ റാനിയ റാണ എന്ന പുതുമുഖമാണ് നായികയായി എത്തിയത്. ടിജോ ജോസ് ആന്റണി ഉൾപ്പെടെ നിരവധി സംവിധായകർക്കൊപ്പം അസോസിയേറ്റായി പ്രവർത്തിച്ച പരിചയസമ്പന്നനായ വ്യക്തിയാണ് ബിൻഡോ സ്റ്റീഫൻ. ഈ പരിചയം കൈമുതലാക്കിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമായി ബിൻഡോ സ്റ്റീഫൻ എത്തിയത്. ദിലീപ് എന്ന നടൻ ഒഴുകുന്ന വെള്ളം പോലെയാണ്. സംവിധായകരുടെ ആവശ്യമനുസരിച്ച് രൂപമാറ്റം വരുത്താൻ കഴിയുന്ന മികച്ച ആർട്ടിസ്റ്റ് ആണെന്ന് ബിൻഡോ സ്റ്റീഫൻ പറയുന്നു. സമൂഹ മാധ്യമങ്ങൾ ഏറെ പ്രചാരത്തിലുള്ള പുതിയ കാലത്തെ സാമൂഹിക പ്രസക്തിയുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എല്ലാവരും കണ്ടിരിക്കേണ്ട ഒന്നാണെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുമ്പോൾ ആദ്യ ചിത്രം വിജയമായതിന്റെ സന്തോഷം ഓൺലൈനിൽ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. കുറെ വർഷങ്ങളായി എന്റെ സുഹൃത്തുക്കളുടെ സിനിമയിൽ സംവിധായകനായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മലയാളി ഫ്രം ഇന്ത്യ എന്ന ടിജോ ജോസഫിന്റെ സിനിമയിൽ ചീഫ് അസോസിയേറ്റഡ് ആയിരുന്നു. അതിനു മുൻപ് നെയ്മർ, ജനഗണമന, ഉപചാരപൂർവ്വം, ഗുണ്ടാ ജയൻ അങ്ങനെ തുടർച്ചയായി സിനിമയോടൊപ്പമുണ്ട്. കൂടുതലും സുഹൃത്തുക്കളുടെ സിനിമയായിരുന്നു ചെയ്തിരുന്നത്. പ്രിൻസ് എന്ന സിനിമ ഷാരിഫിന്റെ കഥയാണ്. കുറെ നാളായി ഞാൻ സ്വന്തമായി സിനിമ ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഷാരിഫിന്റെ കഥകളെല്ലാം സാമൂഹിക പ്രസക്തിയുള്ളതാണ്. കുറെ പ്ലോട്ടുകൾ പറഞ്ഞ അതിലൊന്നാണ് ഇത്. പിന്നീട് ഷാരീസിനോടൊപ്പം കഥയുടെ ഡെവലപ്മെന്റിൽ മുഴുവൻ ഞാൻ ഒപ്പമുണ്ടായിരുന്നു. ഷാരീസിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഒരു കഥയുടെ പ്ലോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സംവിധായകനോടൊപ്പം ഇരുന്നാണ് ഷാരീസ് കഥ പൂർത്തിയാക്കുന്നത്. ഞാൻ എഴുതുന്ന ആളാണ്. ഞാൻ എന്റെ കഥ തന്നെ സിനിമയാക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഷാരീസ് വന്ന് പറഞ്ഞ പ്ലോട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് സിനിമയാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ വർഷങ്ങളായി സിനിമയിൽ തന്നെ ഉള്ളതുകൊണ്ട് പല സിനിമാക്കാർക്കും എന്നെ അറിയാം. മലയാളി ഫ്രം ഇന്ത്യയും ജനഗണമനയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ സിനിമയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം എന്നെ അറിയാം. അവരുടെ ടീമിലുള്ള ഒരാൾ തന്നെയാണ് ഞാനും. ഷാരിസിന്റെ കഥയിലുള്ള വിശ്വാസവും പിന്നെ എന്നെ അറിയാവുന്നത് കൊണ്ടും ഒക്കെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിൽ അഭിനയിച്ച റാണിയ വന്നപാടെ ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ എന്ന്. സിനിമാക്കാർ ആരെ കണ്ടാലും ഉടൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചതും അവൾ കഴിച്ചു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ചിരിച്ചു. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇംപ്രഷൻ തോന്നി. സാധാരണ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്നല്ലേ പറയൂ. പക്ഷെ ഈ കുട്ടി എപ്പോഴും ചിരിച്ചും സംസാരിച്ചും നിൽക്കുന്ന വളരെ പ്രസന്നവതയായ ഒരു പെൺകുട്ടിയാണ്. ശരിക്കും ചിഞ്ചു റാണി എന്ന കഥാപാത്രം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. വിനോയയും ഷാരിസും മനുവും എല്ലാം ചേർന്നാണ് ഈ പെൺകുട്ടിയെ ചിഞ്ചു റാണിയായി പരുവപ്പെടുത്തി എടുത്തത്. പുതിയ കുട്ടി ആയതുകൊണ്ട് തന്നെ സിനിമ അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ അവൾക്ക് വർക്ക്ഷോപ്പ് കൊടുത്തു. വളരെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തു. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് പോലെയാണ് റാണിയയെ ചിഞ്ചു റാണിയാക്കി മാറ്റിയെടുത്തത്. റാണിയ വളരെ ബുദ്ധിമതിയായ പെൺകുട്ടിയാണ്. അവൾ ഭരതനാട്യം സ്കൂൾ നടത്തുകയാണ്. 100ഓളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. യുനെസ്കോയുടെ ലിസ്റ്റിലൊക്കെയുള്ള ആളാണ്. അവൾ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉപയോഗിക്കാത്ത, വ്ലോഗൊന്നും കാണാൻ പോലും ചെയ്യാത്ത ആളാണ്. റാണിയ സിനിമയിൽ അഭിനയിക്കാനായി ഒരുപാട് നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും അവസരം ലഭിച്ച് അവസാന നിമിഷം തഴയപ്പെടും. നമ്മുടെ സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. അവസരം ലഭിച്ചപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. റാണിയയുടെ അഭിനയം കണ്ടിട്ട് ഓവറായി പോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് അത്രയും ഓവറായിട്ടായിരുന്നു വേണ്ടത് എന്നാണ്. ആർക്കും ഇഷ്ടപ്പെടുന്ന പ്രസന്നമായ ഒരു മുഖഭാവം റാണിയയ്ക്കുണ്ട്. ഭയങ്കര ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു റാണിയുടെ കഥാപാത്രത്തിന് വേണ്ടി. അവൾ ഡാൻസർ ആയതുകൊണ്ട് ഡാൻസ് രംഗങ്ങളെല്ലാം തകർത്തഭിനയിച്ചു. എന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറം റാണിയെ ആ കഥാപാത്രം മികച്ചതാക്കി. എല്ലാവരും നല്ല അഭിപ്രായമാണ് നൽകുന്നത്. വളരെ കഴിവുള്ള ഒരു കുട്ടി ആദ്യമായി നമ്മുടെ സിനിമയിലൂടെ സിനിമാ രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്നതിൽ സന്തോഷമാണെന്നും ബിൻഡോ സ്റ്റീഫൻ പറയുന്നു.